ഡെറി പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും വേഗം ഒരു കൈകൊണ്ട് അവളെ വീഴാതെ ചുറ്റിപ്പിടിച്ചു. അവളുടെ ശരീരം കിടന്ന് വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു. അവൻ ആ നിമിഷം ഒരു കുഞ്ഞിനോടെന്ന പോലെ അവളോട് അതിയായ വാത്സല്യം തോന്നിപ്പോയി. പേടിക്കാതെ കുഞ്ഞാ, ഞാൻ പറഞ്ഞതല്ലേ അവന്റെ കൂടെ പഠിക്കാൻ പോണ്ടാന്ന്. പഠിപ്പിക്കുമ്പോ ആ തെണ്ടിക്ക് മത ഇളകും. ദേ, ഈ ഞാൻ തന്നെ അവന്റെ ഇരകളിൽ ഒരാളായിരുന്നു. ഡേവി പറഞ്ഞത് കേട്ട് അതുവരെ പേടിച്ച് വിറച്ചിരുന്നവൾ കണ്ണുകൾ മിഴിച്ചവനെ നോക്കി. നീ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് സത്യമാ. നിനക്ക് രണ്ടടിയല്ലേ കിട്ടിയോളൂ. ഞാനൊക്കെ നിന്ന് മുള്ളിയിട്ടുണ്ട്. അമ്മാതിരി തല്ല അവൻ ഞങ്ങളെ തല്ലുന്നേ. അയ്യോ, അപ്പൊ എനിക്ക് ഇനിയും തല്ല് കിട്ടുമോ? അച്ഛൻ പേടിയോടെ ചോദിച്ചു. അവൻ ഒരു കാര്യം 2 പ്രാവശ്യം പറഞ്ഞു തരും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ക്ഷമയില്ലാത്തവനാണ്. ദേഷ്യാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. ഡെറി ഏതോ ഓർമ്മയിൽ ഒന്ന് ഞെട്ടിക്കൊണ്ടാണ് അത് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് 4 വട്ടം പറഞ്ഞു തന്നിട്ടാണല്ലോ വടിയെടുത്തത്? അവൾ അത്ഭുതത്തോടെ ചോദിച്ചതും അവനും ഒന്ന് ഞെട്ടിപ്പോയി. ഈ സമയം കൊണ്ട് അച്ഛന്റെ പേടിയൊക്കെ മാറി ആൾ ഉഷാറായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു കാര്യം 1 കൂടുതൽ തവണ പറയുന്നത് തന്നെ അവൻ ഇഷ്ടമല്ല. പിന്നെ 4 തവണയൊക്കെ ക്ഷമയോടെ നിനക്ക് പറഞ്ഞു തന്നോ? ഡെറി അമ്പരപ്പോടെ ചോദിച്ചു. ആണെന്നേ, സത്യം. അതോടെ ഡെറിക്ക് ഒരു കാര്യം മനസ്സിലായി. അച്ഛനോട് ഡെവിക്ക് എന്തോ ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അവളോട് മാത്രം അവൻ ഇത്രയും ക്ഷമ കാണിച്ചത്. അവരുടെ സംസാരം ആ ഇരുന്ന ഇരിപ്പിൽ നീണ്ടുപോയി. അപ്പോഴും ഡെറിയുടെ മടിയിലാണ് അവളുടെ ഇരുത്തം. പെട്ടെന്നാണ് കാറ്റുപോലെ എന്തോ ഒന്ന് പാഞ്ഞു വന്ന് ഡെറിയുടെ മടിയിലിരുന്ന അച്ഛനെ തട്ടിപ്പറിക്കും പോലെ വലിച്ചെടുത്ത് തോളിലിട്ടത്. ഡെറി ഞെട്ടലോടെ നോക്കിയതും ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുന്ന ഡെബിയെ കണ്ട് അറിയാതെ ഒന്ന് ഉമിനീറിറക്കിപ്പോയി. അച്ചുവിനെയും തോളിലിട്ടുകൊണ്ട് അവൻ നേരെ സ്റ്റെയർ കയറി സ്വന്തം മുറിയിലേക്ക് പോയി. അവൾക്ക് എന്താണ് ഇപ്പൊ നടന്നതെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അവൻ അവളെ ബെഡിലേക്ക് എടുത്തെറിഞ്ഞു. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അച്ചു അവനെ നോക്കിയതും ആകെ ചുവന്നു നിൽക്കുന്ന ഡെബിയെ കണ്ട് അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. വല്ലാത്ത ഭാവത്തോടെ തനിക്കരികിലേക്ക് വരുന്നവനെ കണ്ട് അച്ചു ആ വലിയ ബെഡിൽ കിടന്ന് പേടിയോടെ പിന്നിലേക്ക് ഞെരങ്ങി നീങ്ങി. ഡെബി അവൾക്ക് അടുത്തായി വന്ന് വലതുകാൽ ബെഡിൽ കുത്തി അവൾക്ക് അരികിലേക്ക് ചാഞ്ഞു നിന്നു. അവന്റെ ഇന്ദ്രനീല മിഴികൾ തീ പോലെ ജ്വലിക്കുന്നത് കണ്ട് അച്ചുവിന്റെ ചുണ്ടുകൾ പേടിയോടെ വിതുമ്പിപ്പോയി. പിന്നെയും പുറകോട്ട് നിരങ്ങാൻ ശ്രമിച്ചവളുടെ കാലിൽ കടന്നു പിടിച്ചുകൊണ്ട് അവൻ അവളെ തനിക്കരികിലേക്ക് വലിച്ചടുപ്പിച്ചു. അച്ചു നിറഞ്ഞ മിഴികൾ ഉയർത്തി അവനെ പേടിയോടെ നോക്കിയത് അവൻ അവൾ ധരിച്ചിരുന്ന പാവാട പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അച്ചു ഹൃദയം നിന്നതുപോലെ അവനെ കണ്ണുകൾ മുഴിപ്പിച്ച് നോക്കിപ്പോയി. വെളുത്ത ഭംഗിയേറിയ അവളുടെ നഗ്നമായ കാലിൽ അവൻ പതിയെ കുനിഞ്ഞു വന്ന് തന്റെ താടിയൊന്ന് ഉരസി. പിടഞ്ഞു പോയി അവൾ. അവന്റെ മിഴികൾ അവളുടെ തുടയിലെ ചൂരൽ കൊണ്ട് കിട്ടിയ അടിയുടെ പാടിൽ തറഞ്ഞു. നിമിഷ നേരം കൊണ്ട് അവനിലെ ദേഷ്യം മാറി അവന്റെ മുഖം ഗൗരവത്തിലായി. നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരാം. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കരുത്. അതിന് ഏത് രീതിയിലായാലും. ഇന്ന് ചെയ്തതുപോലെ ഒരുത്തന്റെ അടുത്തും അധികം ക്ലോസ് ആയി ഇടപഴകരുത്. അതിന് ഡെറിയുടെ കൂടെ ആയാൽ പോലും. നിന്നിൽ എനിക്ക് മാത്രമാണ് അവകാശം. പഠിക്കാൻ മടി കാണിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അവന്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. ഡെറി അവൾക്ക് തന്റെ സഹോദരൻ തന്നെയാണ്. ആ ഇഷ്ടത്തിലാണ് അവനോട് കൂടുതൽ സ്വാതന്ത്ര്യം കാട്ടിയത്. സ്നേഹിക്കാൻ ആരുമില്ലാതെ പോയൊരുത്തിക്ക് കിട്ടിയ നിധിയായിരുന്നു അവൾക്ക് ഡെറി. ഡെവി തന്നെ തെറ്റിദ്ധരിച്ചുവോ എന്നൊരു ചിന്തയെ അവളുടെ വലങ്കൈ ടെൻഷനോടെ കഴുത്തിലെ താലിയിലൊന്ന് മുറുകി. ഞാൻ ഇച്ചായി എന്റെ സ്വന്തം സഹോദരനെ പോലെ. അവൾ പറഞ്ഞു വരുന്നത് പൂർത്തിയാക്കാൻ അവൻ സമ്മതിച്ചില്ല. തന്റെ ചുണ്ടുകൊണ്ട് അവൻ അവളുടെ അടികൊണ്ട തുടയിലെ തിണർപ്പിൽ ഒന്ന് തൊട്ടത് വേദനയോടെ അച്ചു ഒന്ന് എരിവൂറിപ്പോയി. എന്തിനോ അവളിൽ പരിഭവം നിറഞ്ഞു. അടിച്ചു പൊട്ടിച്ചിട്ട് ഇപ്പൊ എന്തിനാ വന്ന് ഉമ്മിക്കുന്നേ എന്നൊരു ഭാവത്തോടെ അവൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഡെവി അവളുടെ നോട്ടം കണ്ട് അമ്പരന്നു പോയി. ആദ്യമായി ഭയമല്ലാതെ മറ്റൊരു ഭാവത്തിൽ അവളുടെ മിഴികൾ തനിക്ക് നേരെ നീണ്ടിരിക്കുന്നു. അവന്റെ മനസ്സിൽ ആ നിമിഷം മറ്റെന്തൊക്കെയോ വികാരങ്ങൾ നിറഞ്ഞു. അവളെ നോക്കിയ അവന്റെ ചൊടികളിൽ പതിയെ വന്യത നിറഞ്ഞ ചിരി പടർന്നു. പഠിപ്പിക്കുമ്പോൾ ഞാൻ നിന്റെ അധ്യാപകൻ മാത്രമാണ്. തല്ലി പഠിപ്പിക്കേണ്ടതിന് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അതിന് കിടന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. അവളുടെ ഉള്ളിലെ പരിഭവം അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി അറിയാതെ ചുണ്ടു പിളർത്തി. അവനിൽ ആ നിമിഷം വല്ലാത്ത ആവേശം നിറഞ്ഞു. അവളിലെ വേറെയും പുതുഭാവങ്ങൾ കാണാൻ, അതൊക്കെ ആസ്വദിക്കാൻ അതിയായ കൊതി തോന്നിയ നിമിഷം അവൻ അവളെ തന്റെ കലനിച്ചുവന്ന നീല കണ്ണുകൾ ഉയർത്തി നോക്കി. അവളുടെ മിഴികളെ തന്റെ കൂർത്തുനോട്ടം എറിഞ്ഞുകൊണ്ട് തന്നെ സ്വയം അവൻ തന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു മാറ്റി. അവന്റെ പ്രവൃത്തികൾ കണ്ട് അച്ചു ആകെ പതറിക്കൊണ്ട് പേടിയോടെ അവനെ തന്നെ ഉറ്റുനോക്കി. വാക്കുകൾ കൊണ്ട് അവൻ അവളെ ഭയപ്പെടുത്താൻ മുതിർന്നില്ല. അവനിലും ആ സമയം നിറഞ്ഞു നിന്നത് മറ്റെന്തൊക്കെയോ വികാരങ്ങളായിരുന്നു. ഇന്ന് വരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തത നിറഞ്ഞ അവന്റെ രീതികൾ അവളെ കൗതുകവും ഭയവും ഒരുപോലെ തീർത്തിരുന്നു. എങ്കിലും പെട്ടെന്ന് അവൻ ഷർട്ടഴിക്കുന്നത് കണ്ടത് പെണ്ണൊന്ന് ഞെട്ടി വിറച്ചുപോയി.
അവളിലേക്ക് കൂടുതൽ ചാഞ്ഞുകൊണ്ട് രവി അവളുടെ ചുണ്ടിൽ അമർത്തിയൊന്ന് മുത്തി. അച്ചു ഒന്ന് പിടഞ്ഞുകൊണ്ട് മുഖം തിരിച്ചതും അവളുടെ കവളിൽ വാശിയോടെ അവൻ അമർത്തി കടിച്ചു. കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ അവനെ നോക്കിയതും അവന്റെ അതരങ്ങൾ വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. ഇതേ സമയം പുലിക്കാട്ടിൽ ഏലിക്കുട്ടി കയ്യിൽ കിട്ടിയ കണ്ണാടി പാത്രം നിലത്തേക്ക് എറിഞ്ഞുടച്ചു. റോസി പേടിയോടെ മാറി നിന്നു. സേറ യാതൊരു കൂസലുമില്ലാതെ അവരെ നോക്കി. പെണ്ണായാൽ മോചേതയ്ക്ക് തുണി കൊടുക്കണം, ഇവിടെ ഒരുത്തി അഴിച്ചു വിട്ടേക്കുവാ എല്ലാം കൂടി. ഇറക്കിയ ഒരു ക്രോപ്പ് ടോപ്പും ലെഗിൻസും ഇട്ട് നിൽക്കുന്ന സേറയെ നോക്കി അവർ ചീറി. അവളവരെ തീരെ മൈൻഡ് ചെയ്തില്ല. ഓ, എല്ലാത്തിനും വളം വെച്ചുതരാം നിന്റെ അമ്മച്ചി ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ. എടി, സ്വന്തം പേര് പോലെ മാറ്റി പരിഷ്കാരി ആയില്ലയോ നീ? ജൂലിയ എത്ര നല്ല പേരായിരുന്നു, ഇപ്പൊ നോക്കൂ ഒരു സേറ. അത് കേട്ടതും സേറയുടെ മിഴികൾ കോപത്താൽ ചുമന്നു. ആണും പെണ്ണും കേട്ട ഒരുത്തയിട്ട പേര് ഈ എനിക്ക് വേണ്ട തള്ളെ. എനിക്ക് ഇഷ്ടമുള്ള പേര് ഞാനിടും, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആമ്പിള്ളേരോടല്ലേ കൂറ്. പെണ്ണായി പോയി എന്നൊരൊറ്റ കാണും കൊണ്ട് കുറെ അനുഭവിച്ചതാണ്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. വയ്യെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോ. അവൾ ദേഷ്യത്തോടെ അവർക്ക് നേരെ അലറിയതും പടക്കം പൊട്ടും പോലെ ഒരു ശബ്ദം അവിടെ ഉയർന്നു. ഏലിക്കുട്ടി പരിഹാസത്തോടെ അവളെ നോക്കി. സേറയുടെ മിഴികൾ കലങ്ങി. ജോണിന്റെ കൈ കിടന്ന് പിടയുന്ന തന്റെ അമ്മച്ചിയെ അവൾ വേദനയോടെ നോക്കി. പണ്ടും ഇങ്ങനെ തന്നെയാണ്, ആരെന്ത് കുറ്റം ചെയ്താലും തല്ല് മുഴുവൻ ആ പാവത്തിനിട്ടാണ് കിട്ടുക. അവരുടെ കവിളടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായ. നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഇവളെ മര്യാദയ്ക്ക് വളർത്തണമെന്ന്? ഇപ്പൊ കണ്ടില്ലേ എന്റെ അമ്മച്ചിക്ക് നേരെ നിന്ന് കുരയ്ക്കാൻ തുടങ്ങി ഈ പന്ന മോള്. പെണ്ണിനെ അടക്കി വളർത്തേണ്ട തള്ളമാരാ. ജോൺ റോസിയുടെ കവളി കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ നിസ്സഹായതയോടെ മെഴുന്നേർ വാർത്തു. എന്നാൽ ജൂലിയ എന്ന സേറ മനസ്സിലെ നോവ് മറച്ചുകൊണ്ട് ദേഷ്യത്തിന്റെ മുഖംമൂടിയാണ് അവിടെ നിന്നും വേഗം പുറത്തേക്ക് പാഞ്ഞുപോയി. അവൾ പോയതും റോസിയിൽ നിന്നും ജോണിന്റെ കൈകൾ അയഞ്ഞു. റോസിയെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ഏലിക്കുട്ടി അവിടെ നിന്ന് ചവിട്ടിത്തുള്ളിപ്പോയതും റോസി ആകെ തളർന്നു പോയി. കവളിൽ ഒരു തലോടൽ അറിഞ്ഞതും റോസി കണ്ണുകൾ പതിയെ മൂടി. ജോൺ അവരുടെ താടിയിൽ പിടിച്ച് ആ മുഖം തനിക്ക് നേരെ ഉയർത്തി. മോനെ ജോണിക്കുട്ടി, ആ വരുവാ. ഹാളിലെത്തിയ ഏലിക്കുട്ടി ഒന്ന് നീട്ടി വിളിച്ചതും ജോണി റോസിയെ വിട്ട് അമ്മച്ചിക്ക് പിന്നാലെ ചെന്നു. ഇത് ഈ വീട്ടിലെ സ്ഥിരം കാഴ്ചയായതുകൊണ്ട് തന്നെ അടുക്കളയിൽ ജോലിക്ക് നിൽക്കുന്ന വീണ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് റോസിക്ക് കൊടുത്തു. വേണ്ട വീണേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ വാ, ബാക്കി വെച്ച ജോലി കൂടി വേഗം തീർക്കാം, ഇല്ലെങ്കിൽ ഇനി അത് മതി അടുത്ത വഴക്കിന്. സ്വന്തം മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവർ പറഞ്ഞത് വീണ അവരെ സഹതാപത്തോടെ നോക്കി. ചേച്ചി, എന്തിനാ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്നേ? ആദ്യം കൈത്തരിപ്പ് തീർക്കും പോലെ തല്ലി ചതയ്ക്കും, എന്നിട്ട് അമ്മച്ചി പോയ തല്ലിയ കൈകൊണ്ട് തന്നെ തലോടുന്നതും കാണാം. മടുത്തില്ലേ ചേച്ചിക്ക് ഈ ജീവിതം? ആരുമില്ലാത്ത ആളൊന്നും അല്ലല്ലോ ചേച്ചി, പാലമറ്റം തറവാട്ടിലെ കുട്ടിയല്ലേ. അവിടെ ഉള്ളവർ ഇതൊക്കെ അറിഞ്ഞ് ചേച്ചി പിന്നെ ഇവിടെ ഇങ്ങനെ നരയിക്കാൻ വിടുവോ? വീണ അനുകമ്പയോടെ ചോദിച്ചു. നോക്കു വീണേ, ഒരു കുടുംബജീവിതം ആകുമ്പോ പലതും സഹിക്കേണ്ടി വരും. എന്ന് വെച്ച് അതെല്ലാം സ്വന്തം വീട്ടിൽ വിളിച്ചു പറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അത്ര നല്ല സ്വഭാവമല്ല എന്നാണ് എന്റെ വിശ്വാസം. ഇതാണ് എന്റെ കുടുംബം, ഇവിടെയാണ് ഇനി എന്റെ ജീവിതം. വയസ്സായ അപ്പനും അമ്മയും അവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ. എനിക്ക് ഈ ജീവിതം സന്തോഷം തന്നെയാ. റോസി ചെറു പുഞ്ചിരി മുഖത്തണിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവരുടെ കണ്ണുകൾ അപ്പോഴും സങ്കടങ്ങളെ ഒളിപ്പിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. കഷ്ടം തന്നെ ചേച്ചി, സ്വന്തം വീട്ടിലറിയിക്കാതെ എല്ലാം സഹിച്ച് ജീവിക്കും. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നത് കൊണ്ട് ഇന്ന് കേരളത്തിലെ പല പെൺകുട്ടികളും ജീവൻ ഒടുക്കുന്നത്. ഇനി എന്നാണോ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഒരല്പമെങ്കിലും ബുദ്ധി വെക്കുക? അമർഷത്തോടെയാണ് അവൾ അത് പറഞ്ഞത്. വീണ ഇവിടെ ജോലിക്ക് വന്നതല്ലേ, നീ സ്വന്തം പണി നോക്ക്, ഇവിടെ പലതും നടക്കും, അതിലൊന്നും നിന്റെ അഭിപ്രായം ആവശ്യമില്ല. ജോണിന്റെ ഉറച്ച ശബ്ദം കേട്ടതും വീണ ആകെ വിളറിപ്പോയി. റോസിയും പെട്ടെന്ന് അയാളെ കണ്ടൊന്നും വല്ലാതെ. അയാൾ തിരികെ വരുമെന്ന് ഇരുവരും ഒട്ടും നനച്ചിരുന്നില്ല. റോസിക്ക് പാലമറ്റത്ത് വിളിക്കണോ? വേണമെങ്കിൽ ഞാൻ തന്നെ വിളിച്ചു തരാം. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും കുറ്റങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് അവർക്കൊപ്പം പോകണമെങ്കിൽ അതും ആകാം. എന്താ, വിളിച്ചു തരട്ടെ? ജോണി കടുപ്പിച്ച് ചോദിച്ചതും അവർ തലതാഴ്ത്തി നിന്നു. വീണ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. വീണ പോയത് അയാൾ പതിയെ റോസിക്കടുത്തേക്ക് വന്ന് അവരെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. റോസി, ഇവിടെ നീ തല്ല് ഇരുന്ന് വാങ്ങുക. ഞാനും അമ്മച്ചി ഒരുപാട് വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ ശ്രദ്ധിക്കണമെന്ന്. ഇപ്പൊ തന്നെ ജൂലി നമ്മുടെ അമ്മച്ചിയോട് എന്തൊരു അഹങ്കാരമാ കാട്ടിയത്. ഒരു പെണ്ണായ അവള് ഇത്രയും നിഗളിക്കാൻ പാടുണ്ടോ? നീ അല്ലേ അവളെ തിരുത്തേണ്ടത്? അത് കേട്ടത് റോസി അറിയാതെ ഒന്ന് ഏങ്ങിപ്പോയി. പോട്ടെ, സാരല്ല, ഇനിയെങ്കിലും നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. നിന്റെ ഭാഗത്തുനിന്നും ഇനി ഒരു വീഴ്ച വരാൻ പാടില്ല. അടി കൊണ്ട് പൊട്ടിയ അവരുടെ കവളിലൊന്ന് തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞു. റോസി അനുസരണയോടെ തലയാട്ടി. ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്, എനിക്ക് നല്ല വിശപ്പുണ്ട്. അയാൾ സാധാരണ പോലെ പറഞ്ഞു. റോസി അനുസരണയോടെ വേഗം ഭക്ഷണം എടുക്കാൻ തുടങ്ങി. ആ പിന്നെ, ആ വീണയുടെ കൂടെ അതൊന്നും കൂട്ടുവേണ്ട. അവള് വല്ല വെടക്കത്തരവും പറഞ്ഞു തരും. നീ അത് കേട്ട് തുള്ളാൻ നിന്നാൽ എന്റെ കൈക്ക് പണിയാകും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി. റോസി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് ഭക്ഷണവും കൊണ്ട് അയാൾക്ക് പിന്നാലെ നടന്നു.
ദേവിയുടെ നഗ്നമായ നെഞ്ച് തളർന്നുറങ്ങുകയായിരുന്നു അച്ചു. ഒരു ദീർഘ ചുംബനത്തിന് ശേഷം അവളെ നെഞ്ചോട് ചേർത്ത് കിടന്നതായിരുന്നു അവൻ. ആദ്യം അവളൊന്ന് പേടിച്ചെങ്കിലും അവൻ വേറെ ഒന്നും ചെയ്യാതെ വിട്ടതുകൊണ്ട് തന്നെ അവളും അവന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു. ആ കിടപ്പിൽ എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. അച്ചു പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. നേരം നല്ല ഇരുട്ടിയിരുന്നു. അവൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ക്ലോക്കിലേക്ക് നോക്കിയവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. സമയം വെളുപ്പിന് 3 മണി കഴിഞ്ഞിരുന്നു. ശാന്തമായി ഉറങ്ങുന്ന ഡെവിയെ നോക്കി അവൾ പരിഭവത്തോടെ ചുണ്ടു ചുളുക്കി. ഷർട്ടില്ലാതെ കിടക്കുന്നവനെ കണ്ട് അവൾക്ക് ആകെ ഒരു നാണക്കേടും തോന്നി. അയ്യേ, വൃത്തികേട്! ഇയാൾക്കൊരു നാണോ ഇല്ലേ ദൈവമേ! ആ ആത്മകഥിച്ച അടുത്ത നിമിഷം ഇടുപ്പിൽ അറിഞ്ഞ നോവിൽ അവൾ ഒന്ന് കാറിപ്പോയി. വൃത്തികേട് എന്താന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ. കടുപ്പമേറിയ ആ ശബ്ദം കേട്ട് അച്ചു പേടിയോടെ ഉമിനീർ ഇറക്കിപ്പോയി. പേടിയോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. തന്നെ കൂർപ്പിച്ചു നോക്കി കിടക്കുന്നവനെ കണ്ട് അവൾക്ക് സത്യത്തിൽ കരച്ചിൽ വന്നു. അവന്റെ നോട്ടവും ഭാവവും അവളെ ഭയപ്പെടുത്തിയിരുന്നു. ചുണ്ടുകൾ വിതുമ്പി വന്നതും ഡെവി അവളെ വലിച്ച് തന്നിലേക്ക് ഇട്ടു. വെറുതെ കിടന്ന് മോങ്ങി കൊല്ലും ഞാൻ പൊന്ന മോളെ. കാരണങ്ങളില്ലാതെ കരയുന്നത് കള്ളികളാണ്. ശബ്ദം താഴ്ത്തി അവൻ അമറിയത് അവളൊന്ന് വിറച്ചുപോയി. അവൾ പേടിയോടെ അവനെ നോക്കി ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പൊട്ടി വന്ന കരച്ചിലടക്കി. കണ്ണുകൾ നിറച്ച് അവനെ നോക്കി. ഡെവിക്ക് ആ നിമിഷം അവളോട് ശരിക്കും പുച്ഛമാണ് തോന്നിയത്. എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പണം കൊടുത്ത് നിന്നെ ഞാൻ വാങ്ങിയത്. നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ മാസ്റ്റർ. നിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പറയാം. ഞാൻ എന്ത് പറയുന്നു പ്രവർത്തിക്കുന്നു അതാണ് ഇനിയുള്ള നിന്റെ ജീവിതം. ഇതെപ്പോഴും നിന്റെ ഓർമ്മയിലുണ്ടായിരിക്കണം. എന്നെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ ശിക്ഷ കഠിനമായിരിക്കും. അവന്റെ വാക്കുകൾ അവളെ ആകെ തകർത്തു കളഞ്ഞു. മിന്നു കെട്ടിയവനാണ്, അതിലും മുകളിൽ തന്നെ പണം കൊടുത്ത് വാങ്ങിയവനാണ്. ഈ ജന്മം ഇങ്ങനെ തീരാനാണോ വിധി എന്നോർത്ത് അവൾ അറിയാതെ തന്നെ ഉറക്കെ കരഞ്ഞുപോയി. അത്രയും നൊന്തു പോയിരുന്നു ആ പെണ്ണിന്. താലി ചാർത്തി സ്വന്തമാക്കിയവന് താൻ വെറും ഒരു അടിമ മാത്രമാണെന്നുള്ള തോന്നൽ അവളെ ആകെ ഉലച്ചു കളഞ്ഞു. കാലത്ത് തന്നെ കുളിച്ചൊരുങ്ങി ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി ഇറങ്ങി വന്ന ഡെറി ഹാളിലെ സോഫയിൽ ചടഞ്ഞുകൂടി ഇരിക്കുന്നവളെ കണ്ട് കണ്ണുകുറുക്കി. മുഖയെല്ലാം കരഞ്ഞു വീർത്തിട്ടുണ്ട്. ആകെ ക്ഷീണിച്ച പോലുള്ള അവളുടെ ഇരിപ്പ് കണ്ട് ഡെറി അവൾക്ക് അടുത്തേക്ക് വന്ന് അവളോട് ചേർന്നിരുന്നു. കുഞ്ഞി, എന്നാ പറ്റി നിനക്ക്? അയ്യേ! വാത്സല്യം നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോ അവൾ അവനെ ഒന്ന് നോക്കി. അടുത്ത നിമിഷം അവനെ കെട്ടിപ്പുണർന്നുകൊണ്ട് അവൾ വിങ്ങിക്കരഞ്ഞു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തി അവൻ ആകെ ഒന്ന് ഭയന്നുപോയി. കുഞ്ഞി, അവൻ വേവലാതിയോടെ വിളിച്ചു. എന്നെ ഇവിടെന്ന് ഒന്ന് രക്ഷിക്കൂ. എന്താ? അവളുടെ ചോദ്യം കേട്ട് കണ്ണും മിഴിച്ച് അവൻ അവളെ ഒന്ന് നോക്കി. ദയനീയമായി അവൾ ഡെറിയെ നോക്കി. അവളുടെ ആ മുഖഭാവത്തിൽ നിന്നും തന്നെ അവൾ കാര്യമായിട്ട് ചോദിച്ചാണെന്ന് അവന് മനസ്സിലായി. നീ ആദ്യം ഈ കരച്ചിലൊന്ന് നിർത്ത്, എന്നിട്ട് എന്താ കാര്യമെന്ന് എന്നോട് തെളിച്ചു പറ. അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് കാര്യം തിരക്കി. മൂക്കൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് അവൾ ഡെറിയെ നോക്കി. എന്നിട്ട് സങ്കടത്തോടെ ഡെവി തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ അവനോട് പറഞ്ഞു കൊടുത്തു. അയ്യേ, ഇതാണോ കാര്യം? എല്ലാം കേട്ട് കഴിഞ്ഞ് അവൻ അവളെ കളിയാക്കും പോലെ പറഞ്ഞതും അച്ഛന് വീണ്ടും സങ്കടം വന്നു. അവൾ വീണ്ടും കരയാൻ തുടങ്ങിയതും അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്റെ കുഞ്ഞേ, എടി, നീ ഡെവിയെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. നീ കരുതും പോലെ ഒരാളല്ല അവൻ. അവനെ മനസ്സിലാക്കാൻ ചില സമയം എനിക്ക് പോലും കഴിയാറില്ല. അവനെ ദയനീയമായ അച്ചുവെന്ന് നോക്കി. അവൾക്ക് വീണ്ടും സങ്കടം വന്നുപോയി. ആ, വിഷമിക്കാതെ. ഇതിപ്പോ അവൻ നിന്നോട് എന്തോ ദേഷ്യം തീർത്തതാ. അവന് തീരെ ഇഷ്ടമില്ലാത്ത എന്തോ ഒരു പ്രവൃത്തി നിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നെ അവൻ വേദനിപ്പിച്ചത്. ഡെറി ചിരിയോടെ പറഞ്ഞതും അച്ചു അവനെ ആണോ എന്ന മട്ടി സംശയത്തോടെ നോക്കി. എന്തേ, വിശ്വാസം വന്നില്ലേ? അവൾ ഇല്ലെന്ന് തലയാട്ടിയതും അവൻ അവളുടെ കണ്ണു തുടച്ചു കൊടുത്തു. എങ്കിലേ ഞാൻ പറയുന്ന പോലെ നീ ഒന്ന് ചെയ്തു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. ഞാൻ എന്താ ചെയ്യാ? ഇങ്ങ് വാ, ഞാൻ ചെവി പറഞ്ഞു തരാം. അവൾ അവന്റെ അടുത്തേക്ക് ചാഞ്ഞു നിന്നതും അവൻ അവളുടെ കാതിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. ഡെറി പറഞ്ഞത് കേട്ട് അവൾക്ക് വല്ലാത്ത പേടി തോന്നി. യോ, എനിക്ക് പേടിയാ. ആഹാ, എങ്കിൽ പിന്നെ നീ ഇവിടെ ഇരുന്ന് മോങ്ങ്, അല്ല പിന്നെ ഞാൻ പോവാ. അവൻ കെറിവിച്ച് പറഞ്ഞതും അവൾ ആകെ ധർമ്മസങ്കടത്തിലായി. ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അവസാനം അവൾ അവന് മുമ്പ് കീഴടങ്ങി. മിടുക്കി. പിന്നെങ്ങാനും 2 കിട്ടിയ പൊന്നു മോളെ, ദൈവത്തെ ഓർത്ത് നീ എന്റെ പേരൊന്നും പറഞ്ഞു കളഞ്ഞേക്കല്ലേ. എന്നെ പച്ചയ്ക്ക് വറുത്തു പോരും ആ തേണ്ടി. യോ, അപ്പൊ എന്നെ തല്ലുവോ? അച്ഛന് വീണ്ടും പേടിയായി. ഞാൻ ഒരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. അപ്പം ബൈ, എനിക്ക് പോവാൻ ടൈമായി. അവൻ അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് വേഗം അവിടെ നിന്നും ഇറങ്ങി. അച്ചു അപ്പോഴും ആലോചനയിലായിരുന്നു. പിന്നെ എന്തും വരട്ടെ എന്ന പോലെ ഡെറിയെ അനുസരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഡെറി ഡൈനിങ് ഹാളിലേക്ക് വന്ന് കിച്ചൺ ബെൽ പ്രസ് ചെയ്തു. അപ്പോഴേക്കും മേയുടെ ആഹാരവുമായി വന്നു. ഡെറി ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ കഴിക്കാനിരുന്നു. അവൻ ആഹാരം വിളമ്പിക്കഴിഞ്ഞതും ആ ജോലിക്കാരി ഒരു സൈഡിലേക്ക് മാറി നിന്നു. സാധാരണ ആരും അവന് വിളമ്പിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കാറില്ല. പതിവില്ലാതെ തനിക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ട് മാറി നിൽക്കുന്ന ആളെ അവൻ നെറ്റിച്ചുളിച്ചൊന്ന് മുഖമുയർത്തി നോക്കി.
മുൻപിൽ കണ്ട കാഴ്ചയിൽ അവന്റെ രക്തം തിളച്ചു. ഒറ്റ തട്ടിന് അവൻ മുമ്പിലിരുന്ന ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു. അച്ഛൻ ശ്വാസം പോലും എടുക്കാതെ പേടിയോടെ തല താഴ്ത്തി നിന്നു. അവൻ അവളെ രൂക്ഷമായി നോക്കി. ആ വീട്ടിലെ ജോലിക്കാർ ധരിക്കുന്ന യൂണിഫോമായ നീല കളർ സാരിയും ബ്ലൗസുമാണ് അവളുടെ വേഷം. വാട്ട് ദ ഹെൽ! അവൻ അവൾക്ക് നേരെ അലറിയതും അച്ഛൻ പേടിയോടെ രണ്ടടി പിന്നോട്ട് വേച്ചു പോയിരുന്നു. പേടി കൊണ്ട് അവളെ അടിമുടി വിറച്ചുപോയി. നീ എന്താടി ഈ കൊല്ലത്തിൽ? ആരാടി നിന്നോട് കിച്ചണിൽ കയറാൻ പറഞ്ഞത്? അവൻ അവൾക്ക് നേരെ നിന്ന് അലറി. സാറല്ലേ പറഞ്ഞത് ഞാൻ സാറിന്റെ അടിമയാണെന്ന്? അപ്പൊ ഞാൻ അല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? ആ! അവൾ പറഞ്ഞു തീരും മുമ്പേ അവളുടെ കരണം പോവെച്ചെന്ന് കൊടുത്തിരുന്നു അവൻ. കിട്ടിയ അടി അവൾക്ക് തന്റെ തല ഇളകിപ്പോയതുപോലെ തോന്നി. കവിളൊക്കെ നീറി പുകഞ്ഞുപോയി. നിന്നോട് ഞാൻ പറഞ്ഞോടി നീ ഇവിടത്തെ വേലക്കാരിയാണെന്ന്. എന്റെ മിന്നും കഴുത്തിയിട്ട് വെച്ച് അവള് ചിരക്കെ ഇറങ്ങിയേക്കുന്നു. വലിച്ചു പറിച്ച് കളഞ്ഞോണം ഈ കോപ്പ്, ഇല്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ. അവൻ അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് അവളുടെ സാരി പിടിച്ച് വലിച്ചുകൊണ്ട് അലറിയതും അവൾ അവനെ നോക്കാൻ പോലും ഭയന്നു. എടി, ചെവി തുറന്നു വെച്ച് കേട്ടോ, നീ എന്റെ കുഞ്ഞിന്റെ അമ്മ ആകേണ്ടവളാണ്. ഞാൻ കഴിഞ്ഞാൽ ഈ വീട്ടിലെ സർവാധികാരി. ആ നിലയ്ക്കും വിലയ്ക്കും നിന്നോണം. ഇനി ഇമ്മാതിരി കോലവും കെട്ടി എന്റെ മുന്നിലെങ്ങാനും വന്ന എന്റെ മുന്നിൽ നിന്ന് പോടി. അവൻ പല്ല് കടിച്ചുകൊണ്ട് അലറിയതും ആ അവസ്ഥയിൽ അവളിൽ ഒരു പുഞ്ചിരി വിടർന്നു പോയി. അവൾക്ക് ആ നിമിഷം സ്വർഗം കിട്ടിയ സന്തോഷം തോന്നിപ്പോയി. അവന്റെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമുണ്ടെന്ന് അവൾക്ക് ഉറപ്പായ നിമിഷമായിരുന്നു അത്. നേരിട്ടല്ലെങ്കിലും അവൻ തന്നെ ഭാര്യയായി അംഗീകരിച്ചതോർത്ത് അവളുടെ നേറിയ ഹൃദയം മഞ്ഞ് വീണതുപോലെ കുളിർന്നു. ആ നിമിഷം അവൾക്ക് ഡെറിയോട് ഒരുപാട് സ്നേഹം തോന്നി. അവനാണല്ലോ അവൾക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത്. ഡെവി ഇപ്പോഴും തിളച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് നെഞ്ചിൽ എന്തോ ഭാരം അവൻ അറിഞ്ഞത്. തന്നെ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് ഒരു നിമിഷം അവൻ പകച്ചു നിന്നു പോയി.